സാൾട്ടൻ ക്യാമ്പ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2024 ഓപ്ഷൻ എൻട്രിയെ പറ്റി ഞാൻ കുറേ സംശയങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ക്ഷണിച്ചിരുന്നു. ഒരുപാട് സംശയങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഓപ്ഷൻ എൻട്രിയുടെ സംശയങ്ങൾക്ക് ഒരു വീഡിയോയിലൂടെ തന്നെ മറുപടി തരാം. അലോട്ട്മെൻറ്റ് സംബന്ധിച്ച സംശയങ്ങൾക്ക് മറ്റൊരു വീഡിയോയുടെ മറുപടി തരാം. പക്ഷേ ഒറ്റൊരു കാര്യം, ഓപ്ഷൻ എൻട്രിയുടെ ഒരു കാര്യം മാത്രമല്ല, ചില കാര്യങ്ങൾ നിങ്ങളെ പ്രത്യേക വീഡിയോയിലൂടെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കൂട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശ്രദ്ധിക്കൂല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. ഒരു കാൻഡിഡേറ്റിൻ്റെ റാങ്ക് 31,000 ആണെന്ന് കരുതണം. കാൻഡിഡേറ്റ് ജനറൽ കാൻഡിഡേറ്റ് ആണെന്ന് കരുതണം. 31,000 ആണ് റാങ്ക്. CS ആണ് പഠിക്കാൻ താല്പര്യം. അപ്പോൾ 31,000 എന്ന് പറയുന്ന താരതമ്യേന വളരെ ലോ റാങ്കാണ്. അപ്പോൾ ആ കാൻഡിഡേറ്റ് എന്നോട് ചോദിക്കുന്നത് ഇതാണ്: എനിക്ക് CS ആണ് താല്പര്യം, എനിക്ക് CET-യിൽ കിട്ടൂല, അതുകൊണ്ട് ഞാൻ അവിടെ ഓപ്ഷൻ കൊടുക്കണോ എന്നാണ് ചോദ്യം. ഇത് ആ കാൻഡിഡേറ്റിൻ്റെ മാത്രമല്ല ചോദ്യം, ഒരുപാട് കാൻഡിഡേറ്റ്സിൻ്റെ ചോദ്യമാണ്. ലോ റാങ്കിൽ വരുന്ന ഒരുപാട് കാൻഡിഡേറ്റ്സ്, ലോ ആയാലും ഹൈ ആയാലും ഒക്കെ പല കാൻഡിഡേറ്റ്സും ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പോൾ CET-യിൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം എത്ര റാങ്ക് വരെ ജനറലിന് കിട്ടാം എന്ന് നോക്കൂ. ഒരു 600-700 റാങ്ക് വരെയൊക്കെ മാക്സിമം വരുള്ളൂ, ഏത് കാറ്റഗറി ആണെങ്കിലും. അപ്പോൾ അങ്ങോട്ട് അപ്ലൈ ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിനോടൊന്ന് ചോദിച്ചു നോക്കുക. അതിന് യെസ് എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ ഈ ചോദ്യത്തിനും യെസ് എന്ന് കൊടുക്കണം. അതായത് ഞാൻ അപ്ലൈ ചെയ്യണോ വേണ്ടേ എന്ന ചോദ്യത്തിന് നിങ്ങൾ യെസ് കൊടുക്കേണ്ട രണ്ട് ചോദ്യങ്ങൾ ആദ്യം നിങ്ങൾ ചോദിക്കുക മനസ്സിനോട്. ഒന്ന്, CS കിട്ടിയാൽ ഞാൻ പോകുമോ? യെസ് എന്നാണ് ഉത്തരം, അല്ലേ? കാരണം CS കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം യെസ് ആയി. അടുത്തൊരു ചോദ്യം കൂടി ചോദിക്കുക: CET-യിൽ കിട്ടിയാൽ ഞാൻ പോകുമോ? അവിടെ യെസ് എന്നാണ് ഉത്തരമെങ്കിൽ നിർബന്ധമായും 31,000 റാങ്ക് കിട്ടിയ ആ കാൻഡിഡേറ്റ് CET-ലേക്ക് ഓപ്ഷൻ കൊടുത്തിരിക്കണം. കിട്ടുമോ ഇല്ലേ എന്നുള്ളത് പിന്നീടാണ് തീരുമാനം വരുന്നത്. അതായത് കിട്ടുമോ ഇല്ലേ എന്ന് നമ്മളോട് ചോദിക്കേ വേണ്ട. കിട്ടണമെങ്കിൽ ഓപ്ഷൻ കൊടുത്തിരിക്കണം. അപ്പോൾ ഓപ്ഷൻ കൊടുത്തില്ല എങ്കിൽ ഒരിക്കലും കിട്ടൂല എന്ന് മനസ്സിലാക്കുക. ആ ഓപ്ഷൻ അവിടെ കൊടുത്തത് കൊണ്ട് നിങ്ങളുടെ ബാക്കി ഓപ്ഷൻസിന് യാതൊരു കോട്ടം വരാൻ പോകുന്നില്ല. ഒന്നാമത്തെ ഓപ്ഷനായിട്ട് നിങ്ങൾ CET-യിലെ CS കൊടുത്തത് കൊണ്ട് അതിൻ്റെ താഴെ വരുന്ന ഒരു ഓപ്ഷനും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും വരാൻ പോകുന്നില്ല. പിന്നെന്താ കൊടുത്താൽ യാതൊരു പ്രശ്നവുമില്ലല്ലോ. ഓപ്ഷൻ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾ ഒരു ഓപ്ഷന് 1 രൂപ വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത്രയധികം ഓപ്ഷൻ കൊടുക്കാൻ ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല. ഇവിടെ ഓപ്ഷൻ കൊടുക്കാൻ എല്ലാവർക്കും ഒരേ ഫീസാണ്. അതായത് ഓപ്ഷൻ എൻട്രിക്ക് ജനറൽ ആയാലും OBC ആയാലും ഒരേ ഫീസാണ്. SC ST OEC വിഭാഗത്തിനും ഒരേ ഫീസാണ്. അപ്പോൾ എത്ര ഓപ്ഷൻ കൊടുത്താലും അതേ ഫീസ് അടക്കണം. ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിലും ഇനി 1000 ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിലും ഈ ഫീസ് എന്തായാലും അടക്കണം. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നമുക്കത് കൊടുത്തുകൂടാ എന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുക. ആ ചോദ്യത്തിന് യെസ് എന്നാണ്, രണ്ട് ചോദ്യത്തിനും യെസ് എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരവും യെസ് എന്നാക്കി മാറ്റി ആ രൂപത്തിൽ കൊടുത്തുകൊള്ളുക. ആ രണ്ട് ചോദ്യം ഇത്രയേ ഉള്ളൂ. ആ പറഞ്ഞ കോളേജിൽ എനിക്ക് കിട്ടില്ല എന്ന് പറയുന്ന കോളേജിൽ കിട്ടിയാൽ ഞാൻ പോകുമോ? യെസ് എന്നാണെങ്കിൽ ഒന്ന് ക്ലിയറായി. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബ്രാഞ്ച്, ഇപ്പോൾ CS ആണെങ്കിൽ CS കിട്ടിയാൽ പോകുമോ? അത് ഉറപ്പാണ് യെസ് എന്നാണ്. അപ്പോൾ രണ്ടിനും യെസ് ആവുന്ന സമയത്ത് നിങ്ങൾ ഈ ചോദ്യത്തിനും യെസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. മിക്ക പാരൻസും അതേപോലെ കാൻഡിഡേറ്റ്സും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ പറഞ്ഞത്: എനിക്ക് അവിടെ കിട്ടാൻ സാധ്യതയില്ല, ഞാൻ കൊടുക്കണോ എന്നുള്ള ചോദ്യം. ആ ചോദ്യത്തിന് ഇങ്ങനെ അല്ലാതെ വേറൊരു മറുപടി പറയാൻ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് കിട്ടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഓപ്ഷൻ കൊടുത്തിരിക്കണം. ഓപ്ഷൻ കൊടുക്കാതെ ഒരു നിലക്കും അതിലേക്ക് പരിഗണിക്കില്ല എന്നുള്ളതുകൊണ്ട്, ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ അതിലേക്ക് പരിഗണിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട്
ഓപ്ഷൻ കൊടുത്തിരിക്കണം. മറ്റു കാര്യങ്ങൾ ഞാൻ പിന്നീട് മറ്റു വീഡിയോയിലൂടെ പറഞ്ഞുതരാം. വീഡിയോ വായിച്ചതിന് നന്ദി. നമസ്കാരം.